അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ് ഞങ്ങൾ സുഖമായിട്ട് പോകണു. അപ്പോൾ ഇന്നലെ ഞാൻ കമൻറ്റ് ഇടണം സുഖമാണെച്ചെങ്കിൽ എല്ലാവരും കമൻറ്റൊക്കെ ഇടേ എന്നൊക്കെ എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരും ഒന്നും പറയണില്ലല്ലോ. അപ്പോൾ 2-3 പേരൊക്കെ കമൻറ്റ് ഇട്ടു കേട്ടോ. സുഖമാണ്, ഇൻഷാ അല്ലാഹ് സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കമൻ്റൊക്കെ ഇട്ടു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ നിങ്ങൾ സുഖമായിട്ടിരിക്കണം, അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ചായ കുടിക്കുകയാണ്. മക്കളൊക്കെ സ്കൂളിൽ പോയിട്ട് അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചു. അപ്പോൾ കുട്ടികളൊക്കെ പോയി, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇക്ക കച്ചവടത്തിന് പോയിക്കാണ്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുറേ ദിവസമായില്ലേ ഞാൻ കുഞ്ഞിക്കല്ലുമ്മ തിരുമണ കണ്ടിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടോളെ. പിന്നെ മുറ്റടിക്കുന്നത് കണ്ടിട്ടൊക്കെ കുറേ ആയില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ആയിട്ട് വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടോ. എന്നും തിരുമ്പണമൊക്കെ ഉണ്ട്, ഞാൻ വീഡിയോ എടുക്കാണ്ടാണ്. എന്നിപ്പോൾ ഈ തിരുമ്പലും മുറ്റടി കണ്ട് നിങ്ങൾക്ക് ബോറടിക്കില്ലേ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കാണിക്കുന്ന കാണുമ്പോൾ ഒരു എയിം തന്നെയാണല്ലേ. പിന്നെ എന്താ വെച്ചെങ്കിൽ എൻ്റെ പ്രൊഫൈൽ പിക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ നമ്മുടെ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ പിക്ക് വേറെ ആയിരുന്നു, അത് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നും വീഡിയോയിൽ പറയണം വിചാരിക്കും, അതങ്ങോട്ട് മറക്കുക. ഇങ്ങനെ വീഡിയോ പോകുന്നുണ്ട്, ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആ കാര്യം അങ്ങനെ വിട്ടു പോകാട്ടോ. അപ്പോൾ അതന്ന് അങ്ങോട്ട് പറഞ്ഞതാണ്. പിന്നെ ഇപ്പോൾ എന്താ പരിപാടി വെച്ചെങ്കിൽ ഞാൻ എന്നും തുടയ്ക്കുന്നത് ഇപ്പോൾ ഈ തുടയ്ക്കണ അടുപ്പും തറ തുടയ്ക്കണ തുണിയും പിന്നെ തോർത്തും കൊണ്ടും തുടയ്ക്കണ ഇതില്ലേ, തുടയ്ക്കണ വടി, തുണിയൊക്കെ ഉള്ളത്, ആ സംഭവമൊക്കെ അങ്ങോട്ട് തുടയ്ക്കണ വടി തിരുമ്പോൾ പറഞ്ഞു. ഉമ്മ പറയും ഇപ്പോൾ എന്നെ പിന്നെയും പറഞ്ഞു തുടയ്ക്കണ വടി ഇത് പറയുള്ളൂ. അപ്പോൾ ഇതിനിപ്പോൾ എന്താ പറയുക, വടി തന്നെയല്ലേ ഇതില്ലേ. അപ്പോൾ അതിങ്ങനെ തല്ലി തിരുമ്പിയിട്ട് അങ്ങനെ അവിടെ വെച്ചുട്ടാ. എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് എൻ്റെ ലാസ്റ്റാണ് ഞാൻ തുടയ്ക്കുക, കൂട്ടാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് വേണം കടയ്ക്ക് ഒന്ന് പോകണം. കടയ്ക്ക് പോയി കോമഡി ഞാൻ പറയാട്ടാ. ഇതിപ്പോൾ പിന്നെയും കിട്ടിയിട്ടുണ്ട് കുഞ്ഞിച്ചാള. അപ്പോൾ കുഞ്ഞിച്ചാള കിട്ടാണ്ട് എന്തായിരുന്നു, ഇപ്പോൾ ആ മീൻ തന്നെയുള്ളൂ കേട്ടോ. ഈ കുഞ്ഞിച്ചാള തന്നെയാണ്. അങ്ങനെ ഒരു 1.25 കിലോന് 100 റുപ്യ കേട്ടോ. അപ്പം നല്ല വില കുറവൊക്കെ ഉണ്ട്. കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ. അത് വെള്ളത്തിൽ ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ കടയ്ക്ക് പോവുക. എന്തപ്പോൾ മേടിക്കുക, ചെറുള്ളി ഉണ്ട്, ഇഞ്ചിയും മേടിക്കുകയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുക. ആകെ 100 റുപ്യ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അങ്ങനെ 100 റുപ്യ എടുത്തിട്ട് പോയി മേടിച്ച സാധനങ്ങൾ നോക്കുക. ചെറുള്ളി ഇഞ്ചി മേടിക്കാൻ പോയ ആൾ 1.5 കിലോ പച്ചമുളകും മോരും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് 100 റുപ്യ കേട്ടോ. ഞാൻ എന്നിട്ട് മൈമ്പട്ടിക്കാട് എടുത്ത് പറഞ്ഞേ, എന്താ 1.5 കിലോ പച്ചമുളക് ഇനി വേറെ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ട് മൺമുട്ടിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ബാക്കി കാശ് ഉണ്ട് വെച്ചെങ്കിൽ മോരെടുത്തോ പറഞ്ഞു. അപ്പം അങ്ങോട്ട് തുടങ്ങി മൺമുട്ടിക്കായി അങ്ങോട്ട് ചിരിക്കാൻ. അതിന് എവിടെയെങ്കിലും ബാക്കി പൈസ ഒന്നും ഇല്ല, ബാക്കി 47 റുപ്യ അങ്ങോട്ട് കൊടുക്കാനാട്ടാ. അപ്പോഴേക്ക് ചിരി വന്നിട്ട് എന്ന് ഞാൻ കടയ്ക്ക് പോയാലേ ഈ അവസ്ഥ എനിക്ക്. എന്താ വെച്ചെങ്കിൽ ഒരു 50 റുപ്യയെ 10 റുപ്യ എന്തെങ്കിലും അവിടെ കൊടുക്കാറുണ്ടാവും. കടയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയൊക്കെ വേണ്ട. എനിക്ക് വെച്ചാൽ കൊണ്ടാട്ടമുളക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നും വിചാരിക്കും ഇങ്ങനെ, ഇന്നിപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല വെയിലൊക്കെ കാണാനുണ്ട്. അപ്പം എന്നാൽ അത് വെയിലത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചിട്ട് ഇങ്ങനെ ചോറിലേക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. കടയിൽ നിന്ന് ഇങ്ങനെ പാക്കറ്റ് മേടിക്കുന്നതൊക്കെ പറ്റില്ല. എന്താ വെച്ചാൽ നല്ല വയറുവേദനയ്ക്കൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാമല്ലോ ധൈര്യമായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് മുളക് കണ്ടപ്പോൾ ഉണ്ടമുളക് കണ്ടപ്പോൾ മേടിച്ചതാ. അപ്പോൾ കാശ് ആകെ 100 റുപ്യ കൊണ്ട് പോയി. മയമുട്ടിക്കായ ഇവിടെ ചിരിച്ചു. അപ്പോൾ മയമുട്ടിക്ക പറഞ്ഞു ഈ 1 കിലോ മുളക് കൊണ്ടൊക്കെ കാശൊക്കെ പിന്നെ തന്നാൽ മതി. നമ്മുടെ ആൾക്കാരാട്ടാ, കാശൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. കടം പറഞ്ഞാലും പിറ്റേ ദിവസം അല്ലെങ്കിൽ അപ്പം തന്നെ കൊണ്ടുപോയി കൊടുക്കൂട്ടാ. അപ്പോൾ അങ്ങനെ മയമുട്ടിക്ക് അങ്ങനെയൊക്കെ തരൂട്ടാ. അപ്പോൾ മയമുട്ടിക്ക് നല്ല ചിരിയാണ്. പിന്നെ പറയുന്നത് എങ്ങനെ ഇടേണ്ട വിധമൊക്കെ പറഞ്ഞു തന്നു. നന്നായി കഴുകുക, എന്നിട്ട് സൂചി കൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട് ആക്കുക, എന്നിട്ട് മോരിലിട്ടിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കിയിട്ട് പിന്നെ വെക്കുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ വെയിലത്തിടുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. വെയിലത്ത് കൊണ്ട് വയ്ക്കുക. അപ്പോൾ ഇന്നലെ വന്നിട്ട് വീട്ടിൽ നിന്ന് വന്ന വശം ഇവിടെ ഒരു ചട്ടിക്കാരൻ വന്നിരുന്നു. ചട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് പോകണ്ട. അപ്പോൾ ഒക്കെ ചട്ടി വാങ്ങി വന്നതാട്ടാ. അപ്പം മയക്ക് ചട്ടി തന്നെ കിട്ടിയേക്കണം. അപ്പോൾ ഇനി കഞ്ഞിവെള്ളമൊക്കെ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കളഞ്ഞാൽ മതി. അപ്പം മീൻ കൂട്ടാനൊക്കെ വെക്കാനൊക്കെ ആയിട്ട് ഒരു കുടുക്ക കിട്ടിയിട്ടുണ്ട്, മൺകുടുക്ക. അപ്പം മുരിങ്ങയുടെ ഇല കൂട്ടാനായിട്ടുണ്ട്. മീൻ നന്നാക്കിയിട്ടൊന്നുമില്ല കേട്ടോ, ഇനി അതൊക്കെ ഒന്ന് നന്നാക്കണം. അങ്ങനെ നന്നാക്കലൊക്കെ കഴിഞ്ഞ് ആ ചെറുള്ളി എന്നാണ് വരുന്നത്, ചെറിയ മീനാണ്. അപ്പോൾ കുറച്ച് നേരം താമസിച്ചിട്ടെടുക്കാൻ ഓറ് വാങ്ങി കൊടുത്തു ഞാൻ മീൻ നന്നാക്കുമ്പോൾ. എന്നാലും എല്ലാം അവിടെ ഇരുന്നിട്ട് തന്നെ നന്നാക്കിയത്. അങ്ങനെ അതൊക്കെ നന്നാക്കിയിട്ട് പൊരിക്കാനായിട്ട് അങ്ങോട്ട് ഇട്ടു.
പിന്നെ കൊണ്ടാട്ടമുളക് എങ്ങനെ ഉണക്കേണ്ട വിധം ആരെങ്കിലും അറിയുന്നുണ്ടെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടട്ടെ. ഞാൻ ഉമ്മാനോട് ചോദിച്ചു. അപ്പം ഉമ്മ പറഞ്ഞ് ആദ്യം നാളെ എടുത്ത് വെയിലത്തിട്ടോ, എന്നിട്ട് വെയിലത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആ മോരിലേക്ക് തന്നെ ഇട്ടിട്ട് പിന്നെ പിറ്റേ ദിവസം അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങനെ മോരിലിട്ടിട്ട് വെയിലത്തിട്ടോളാൻ പറഞ്ഞിട്ടാ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയണവരെന്തെങ്കിലും ഉണ്ടെച്ചെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ ഞാൻ ചെയ്യാട്ടാ. എനിക്ക് അറിയില്ല, സംഭവം ഇതൊന്നും അറിയില്ല. അവിടെ എന്താ ഓരോരുത്തരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തരും കേട്ടാ. ഉമ്മ ഇങ്ങനെ പറഞ്ഞു, അതുപോലെ അല്ല വെച്ചെങ്കിൽ ഒന്ന് പറഞ്ഞു തരേ. അങ്ങനെ ഞാൻ മീൻ അവിടെ പൊരിക്കാനായിട്ടൊന്ന് മെല്ലെ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പോൾ ഷെബിത്താത്താടെ ഇങ്ങനെ താറപ്പായൊക്കെ വിളിച്ച് കിട്ടുന്നുണ്ട്. ഷെബിത്താത്താടെ ഉമ്മ ഉണ്ട്, ഒരു പണിക്കാരൊക്കെ വന്ന് വിളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പൂച്ചോട് കയറിയിട്ട് ആ ടാറപ്പായൊക്കെ കീറി പൊളിച്ചോ വേറൊക്കെ ഇടുകയാണ്. അപ്പോൾ ഞാൻ തയ്ക്കാൻ കൊടുക്കണതും പിന്നെ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ ഓട്ടം പോവാച്ചെങ്കിൽ അവിടെ നിൽക്കാനാണ് നമ്മൾ ഓട്ടം വിളിക്കുക. മുസ്തഫക്കാനെയും പിന്നെ എന്ത് തയ്ക്കാണ്ടെങ്കിലും ഷെബിത്താത്താടെ തന്നെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര ഫ്രണ്ടാണ്. അപ്പം അങ്ങനെ അതൊക്കെ പോയിട്ട് വീഡിയോ എടുത്തു. അപ്പുറത്ത് ഒരു ഷെബിത്താത്താടെ വീടുണ്ട്, ഷെക്കിമ്മാടെ വീടുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു. ആകാശം ഇങ്ങനെ നീല കളറായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് മേഘങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അപ്പം അതൊക്കെ വീഡിയോ എടുത്തതാട്ടാ. അപ്പം നിങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കണ്ടോട്ടെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അങ്ങനെ മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞു, എൻ്റെ തുടക്കൽ കഴിഞ്ഞു, ചോറയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ മിളകിൻ്റെ മുകളിൽ ഇരിക്കുക. അപ്പം മമ്മൂട്ടിക്ക പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ സൂചി കൊണ്ടിട്ട് കുത്തി ഓട്ടാക്കാൻ. അതൊക്കെ കുറേ സമയമെടുക്കും. കത്തി കൊണ്ട് ഒന്ന് വരച്ച് എന്താ പറയുക ഒന്ന് വരച്ചിങ്ങോട്ട് എടുത്തുവിട്ടാ ചെറുതായിട്ട്. അപ്പം മോരൊക്കെ നന്നായി പിടിച്ചോളും. ഒക്കെ അയ്യോ ഓട്ടയായിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കാനേ ചിലപ്പോൾ കയ്യുമ്പോഴൊക്കെ കൊണ്ടിട്ട് ഓട്ടയാക്കും. അത് കാരണം അതുമ്പോൾ നിന്നില്ല കേട്ടാ. എപ്പോൾ കടയ്ക്ക് പോയാലും എൻ്റെ അവസ്ഥ ആലോചിക്കുന്നത്. അപ്പം ഇക്കാടെ അടുത്ത് ഞാൻ വന്നിട്ട് അത് പറയുന്നുണ്ട്. അപ്പം ഇക്ക നല്ല ചിരി. ഇക്ക പിന്നെ ഇങ്ങനെ തന്നെ അന്നെ കടയ്ക്ക് പറഞ്ഞു ചിക്കറിയാം എൻ്റെ ശൗലത്തേക്ക് ആ കടയിൽ പോയി കഴിഞ്ഞാൽ ഉള്ളതൊക്കെ എന്നിട്ട് എന്നോട് പറയുകയാണ് ഞങ്ങൾക്ക് ആ കടയത്തൊക്കെ മേടിച്ചിട്ട് വരായിരുന്നില്ലേ കടം പറഞ്ഞിട്ട്. വളരെ നല്ല ചിരി. അങ്ങനെ ഇക്ക ചിരിക്കുള്ളൂ കേട്ടോ. അത് തന്നെ രക്ഷപ്പെട്ടു. ചിരിയല്ലേ, അത് തന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇക്ക പിന്നെ കടം പറഞ്ഞിക്ക കടയ്ക്ക് പോയി കഴിഞ്ഞാൽ കൊടുക്കൂട്ടാ. അപ്പോൾ ഇരുന്ന് പച്ചമുളക് ഇങ്ങനെ കീറിയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ മോരിലൊക്കെ ചട്ടിയിലായിട്ടാ മോര് വെച്ചിട്ട് ഇത്തിരി ഉപ്പൊക്കെ ഇടുന്നൊക്കെ ഉണ്ട്. ഇനി ഉപ്പ് തോനെ ഇടുന്നുണ്ട്, കുറച്ച് ഇടുന്നുണ്ടോന്നും അറിയില്ല. എന്നാലും ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ സംഭവം ആദ്യമായിട്ടാ ചെയ്യുന്നത്. ഒന്നും നമ്മളോട് വന്നിട്ട് ചെയ്തിട്ടേ ഇല്ല. അവിടെ ഉമ്മ ചെയ്തിട്ടുണ്ട്, ഇക്കാടെ ഉമ്മ അങ്ങനെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഓർത്ത് നോക്കി ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അവർ ഞാൻ സത്യം പറഞ്ഞ ഉമ്മ ചെയ്തെന്ന് ഞാൻ നോക്കിയിട്ടില്ല കേട്ടാ. ഇനി അവരോട് ചോദിച്ചു നോക്കണം. നിങ്ങൾക്ക് അറിയണവരച്ചെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, കമൻറ്റ് ഇട്ടാൽ മതി. അങ്ങനെ പച്ചമുളകൊക്കെ ഞാൻ മോരിലേക്ക് ഇട്ടു, ഉപ്പൊക്കെ ഇട്ട്. എന്നിട്ട് പച്ചമുളക് ഇട്ടതിന് ശേഷം ഇനി ഉപ്പ് പോരായിരിക്കുമോ എന്നിട്ട് സമാധാനമില്ല. അപ്പോൾ ഇത്തിരി കൂടി ഒരു 1 ടീസ്പൂൺ പിന്നെ ഇട്ടു കിട്ടാ, സമാധാനമില്ല. അപ്പം അങ്ങനെ ഞാൻ മേടിച്ചതിലൊക്കെ നല്ല ഉപ്പുണ്ടാവും കേട്ടോ. കടയിൽ നിന്നൊക്കെ ഒരു പാക്കറ്റൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ തോനെ ഉപ്പ് കാണാം. അപ്പം ആ ഒരു ലെവലിലേക്ക് ആലോചിച്ചിട്ട് ഇട്ടതാട്ടോ ഞാൻ. അങ്ങനെ അതങ്ങോട്ട് സെറ്റായി. ഇനി നാളെ വെയിലിറക്കുമ്പോൾ നമുക്ക് വെയിലത്തിട്ടിട്ട് ഉണക്കാം, ഒന്ന് വാടി കിട്ടും. അപ്പം അങ്ങനെയൊക്കെ കച്ചവടം കഴിഞ്ഞിട്ട് നേരം വൈകിട്ട് വന്നിട്ട് അപ്പം ഇക്കാട് പറഞ്ഞപ്പോൾ ഇക്ക നല്ല ചിരിക്കുന്ന ഭാഗമാട്ടോ. ഞാനൊക്കെ കുറേശ്ശെ തന്നെ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ കുട്ടികൾ സ്കൂളിലേക്ക് അരി വാങ്ങാൻ ചെല്ലാൻ വേണ്ടി ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചാക്ക് തരുന്നത് ഈ അങ്കട്ട ആകെ വലിച്ച് വാരിയിട്ടുണ്ട്. ഇക്കാടെ പണിയാട്ടാ. അപ്പോൾ ഞാൻ ഓരോന്നും പറയാം, എന്തിപ്പോൾ കാട്ടിയിരിക്കുന്നത്, ഒരു ചാക്ക് തരിയപ്പോൾ ഈ കാണുന്നതൊക്കെ വലിച്ചിട്ടില്ലോ പറഞ്ഞിട്ട് ലാസ്റ്റ് ഉപ്പാടെ അവിടെ പോയിട്ടാട്ടാ ഉപ്പ കൊടുത്തേക്കാണ് സഞ്ചി. അങ്ങനെ അതും കൊണ്ടിട്ട് ഒക്കെ പോയി. എന്തായാലും വലിച്ച് വാരിയിട്ടതല്ലേ, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ച് കയറിയിട്ട് ഞാനൊക്കെ ഒന്ന് ഒതുക്കിയിട്ടേ ഞാൻ. അത് കഴിഞ്ഞിട്ട് കുട്ടികൾ വരാറായപ്പോൾ ചായ വെക്കുന്നുണ്ട്, ഒപ്പം തിരുമ്പണമുണ്ട്. ഒന്നരാടല്ലേ നമ്മൾ തിരുമ്പുക. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ 3 ട്രിപ്പായിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. തോനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചളി പോവില്ല. അപ്പോൾ അങ്ങനെ 3 ഭാഗം പങ്കുവെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വന്നു. അപ്പോൾ ചായക്ക് കടി എന്താ വേണ്ടത്, ഉമ്മച്ചിക്ക് എന്താ വേണ്ടത്. ഇവിടെ ഒരു അബ്ദുള്ളക്കാടെ കട ഉണ്ട് കേട്ടോ, പ്രവാസി കട, ചായക്കട. അവിടേക്ക് ഇവർ പോണത്. അപ്പോൾ എന്താ വേണ്ടത് ഉമ്മച്ചിക്ക് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ എനിക്ക് എന്തായാലും വേണ്ടില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് മതി, ഒരു ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോ, അവർ മേടിച്ചു വന്നിട്ടൊക്കെ കാട്ടിയിട്ട് തരാം. അങ്ങനെ ഫൈസലയിലാണ് പൈസ കൊടുത്തത് മേടിക്കാനായിട്ട്. അപ്പം അരി കിട്ടിയത് നല്ല അടിപൊളി അരി കേട്ടോ.
അപ്പോൾ ഇക്ക പറയും ഒരു ദിവസം ഈ അരി ഒന്ന് വെച്ച് നോക്ക്, നമ്മുടെ മക്കളും തന്നെയല്ലേ കഴിക്കണം, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല അരി തന്നെയാണ്, വേവ് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി അരി തന്നെയാണ്. നന്നായി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി ഒരു ദിവസം വെച്ച് നോക്കണം. അങ്ങനെ ഇനി ഉണ്ണിമോള് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ അരി മേടിക്കാനായിട്ട്. അപ്പോൾ ചായക്ക് കടി മേടിച്ചപ്പോൾ ഒരെണ്ണം അങ്ങനത്തെ സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. അത് ഉമ്മച്ചിക്കുള്ളതാ പറഞ്ഞിട്ട് എനിക്ക് തന്നേക്കാട്ടോ. അപ്പോൾ അത് കുഞ്ഞോൾക്ക് ആവശ്യം വേണം. അപ്പോൾ പൈസ അവിടെ ചീത്ത പറയുന്നുണ്ട്, ഉമ്മച്ചിക്ക് മേടിച്ചത് അപ്പോൾ അവൾക്ക് വേണം, എന്ത് സ്വഭാവം അത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളേനെ മെക്കിട്ട് കയറാട്ടോ പൈസയ്ക്ക് പണി. അങ്ങനെ ഉണ്ണിമോളും വന്നിട്ട് ഇതാ ചായ കുടിക്കുന്നുണ്ട്. ചായ അവൾക്ക് പിന്നെ പൊതുവേ ഇഷ്ടമല്ല. അവൾ കഴിക്കുന്നത് എന്താ ബിസ്ക്കറ്റ് ഇന്ന് കഴിക്കാട്ടാ. കുഞ്ഞോട് മേല് കഴുകി, അതിനോട് പിന്നെ ഒന്നും പറയണ്ട, അത് വന്ന് മേല് കഴുകലും ഒക്കെ അത് ചെയ്യും. ഇവനിതാ റിപ്പയറിങ് ആട്ടാ. ഇനിയിപ്പോൾ എന്താണ് അവൻ നശിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് ഇവർ രണ്ടാൾ മേല് കഴുകി ട്യൂഷൻ ക്ലാസ്സിൽ സെലിബ്രേഷനാണ്. അപ്പോൾ അങ്ങോട്ട് പൂവാട്ട. അപ്പോൾ പൂവ് ലേശം കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ഇന്ന് പൂവ് ഇട്ടിട്ടില്ല, 2 ദിവസം പൂവ് ഇട്ടിട്ടുള്ളൂ. പൂതി മതിയായി തോന്നുന്നുണ്ട്. ഇപ്പോൾ ഉള്ള പൂവും കൊണ്ടിട്ട് ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്, ട്യൂഷൻ ക്ലാസ്സിൽ പൂവിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവർ പട്ടുപാവാട, നാളെ സ്കൂളിൽ സെലിബ്രേഷൻ അല്ലേ, അപ്പോൾ പട്ടുപാവാട ഞാൻ ഷെബിത്താത്താടെ അടിക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് മേടിക്കാനായിട്ടാണ് ഇപ്പോൾ പോണത്. ഒന്ന് ഇട്ട് നോക്കും ചെയ്യാം. അപ്പോൾ ഇതാണ് പൈസയുടെ കൂട്ടുകാരനാണ്, നമ്മൾ വീട്ടിലേക്ക് കളിക്കാനൊക്കെ വരാറില്ലേ, റമീസ്, അവൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്കാണ് ഞാൻ തയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരിക. അപ്പോൾ അതാ വെച്ച് നോക്കണമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നാളെ ഒരു സുന്ദരി കുട്ടികളായിട്ട് ഇങ്ങനെ ഒരുങ്ങിയിട്ട് പോണത് ഇൻഷാ അല്ലാഹ് നാളത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ ട്യൂഷനൊക്കെ പോയി. ഇനി തുണികളൊക്കെ മടക്കി വയ്ക്കുകയാണ്. വെള്ളം കൊണ്ടൽ കഴിഞ്ഞു, മുറ്റടിക്കൽ കഴിഞ്ഞു, തിരുമ്പലൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവിടെ ഇട്ട് വെച്ചിക്കുക. തോരട്ടിട്ടില്ല, ഇനി നാളെ ഇട്ട പുറത്ത് തോരടുള്ളൂ, വെയിലൊക്കെ തെറിക്കുക വെച്ചിങ്ങ. അങ്ങനെയുള്ള കുറച്ച് തുണിയൊക്കെ ഞാൻ മോളിൽ നിന്നൊക്കെ ഉണങ്ങിയതൊക്കെ എടുത്ത് കൊടുന്ന് മടക്കി വയ്ക്കുകയാണ്. എൻ്റെ പിന്നാലെ കുഞ്ഞോളും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇനി ഇവിടെ എൻ്റെ പിന്നാലെ രണ്ടാളും ഇല്ലല്ലോ, ഇനി എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കും. ഇക്ക പിന്നെ ക്ലബ്ബിൽ പോയിട്ടിരിക്കുന്നുണ്ട്. ഇനി ട്യൂഷന് പിള്ളേരെ കൊണ്ടിട്ട് നിൽക്ക ഇങ്ങോട്ട് കുടുംബത്തേക്ക് വരുള്ളൂ കേട്ടോ. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ. ഇപ്പം നാളത്തെ വിശേഷങ്ങളൊക്കെ ഇവർ സ്കൂളിൽ പോണതും പിന്നെ പൈസയ്ക്ക് ചുബൊക്കെ എടുക്കണം, ദഫിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുക്കണം, ആ വിശേഷങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.